കോൺഫിഡൻസ് അത്ര ഇല്ല. ഫസ്റ്റ് എനിക്ക് കാര്യം സപ്പോർട്ട് തന്നായിരുന്നു. ഇതേ സപ്പോർട്ട് ഞാൻ ഇപ്പോഴും തരണേ. പക്ഷേ അറിയത്തില്ല എന്താണ് നടക്കാൻ വേണ്ടി പോകണേന്ന്. എഴുതാൻ വേണ്ടി പറ്റണ അത്ര ബെറ്ററായിട്ട് എഴുതാൻ വേണ്ടി നോക്കും. കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. കാര്യം എല്ലാം പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പഠിച്ച് ഓക്കെ ആയി. ബുദ്ധിമുട്ടുണ്ടാക്കി. എങ്ങനെയാണ് തോന്നുന്നത് ശരിക്കും ഇന്നത്തെ പരീക്ഷയെ കുറിച്ച്? എന്താ തോന്നുന്നത്, എളുപ്പമെന്നാണ് എല്ലാവരും പറയണത്. എങ്ങനെയെന്ന് പറഞ്ഞുകൂടാ, എക്സാം എഴുതി കഴിഞ്ഞാലും അറിയാവും. നേരത്തെ എക്സാം എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു? ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. ഇന്ന് പ്രതീക്ഷയോടെ നന്നായി പഠിച്ചോ? പഠിച്ച് കിട്ടുമില്ലെന്ന് പറഞ്ഞുകൂടാ. ശരിക്കും ഒന്നും തോന്നുന്നില്ല. ഒന്നും തോന്നുന്നില്ല. നേരത്തെ എക്സാം എഴുതിയത് പാടായിരുന്നു? നല്ല എളുപ്പമായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ എക്സാം വേണമായിരുന്നു? വേണ്ടായിരുന്നു. അന്ന് കിട്ടുമായിരുന്നു. എന്താ ശരിക്കും ഇന്ന് വന്നപ്പോൾ അവസ്ഥ എന്താ? നല്ല ടെൻഷനുണ്ട്. പിന്നെ കിട്ടുമോന്ന് അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനുണ്ട്. പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് നല്ലപോലെ. പിന്നെ 2 വട്ടം ഒരു ഭയങ്കര പാടായിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അവിടെ കേന്ദ്ര വിദ്യാലയത്തിലായിരുന്നു, ഇപ്രാവശ്യം ഇവിടെ. 2 വട്ടവും രാവിലെ വന്ന് ഇവിടെ ഇരുന്ന് അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഭയങ്കര പേടിയൊക്കെയാണ്. അപ്പം അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും എഴുതിയല്ലേ പറ്റൂ. പിന്നെ മോക്ക് ഇനി നമ്മൾ ഒരു വർഷത്തേക്കും കൂടെ ഇതിപ്പോൾ എഴുതുന്നുണ്ട്, അടുത്ത വർഷത്തേക്ക് കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി നോക്കാനായിട്ടാണ് കഴിഞ്ഞതിന് എഴുതുക. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ദൂരെ നിന്നാണ് വന്നത്, രാവിലെ എത്തി. ക്വസ്റ്റ്യൻ പേപ്പർ മാറും, അപ്പം സമയം കിട്ടുമല്ലോ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാൻ. 2 പ്രാവശ്യം നമ്മൾ കൊണ്ടുവരണം. പിന്നെ അവർ കുറച്ചും കൂടെ ഇപ്പോൾ ഇവരെ കയറ്റുമ്പോഴത്തേക്കിന് ഇവരുടെ ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു വിജിലൻസ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നുണ്ടോ എന്ന് കാണിക്കാനായിട്ട് അത്രയും പോലും അവർ ആ ഒരു പ്രിക്കോഷൻ എടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. പോസിറ്റീവ് കഴിച്ചില്ല. എന്താണ് ശരിക്കും തോന്നുന്നത്? കുഴപ്പമില്ല, ഇനിയും പഠിക്കാൻ സമയം കിട്ടി, അത്രയും. അമ്മ എന്നുള്ള നിലയിൽ ഈ രണ്ടാമത് വീണ്ടും ഒരേ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടിയെ കൊണ്ടുവരും. പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അവ എഴുതാൻ ഇറങ്ങിയത്. അപ്പോഴും ഒരു മോഡൽ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് കുറച്ചും കൂടെ പിന്നെ നോക്കാനും കൂടെ പറ്റി. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ചെറിയ ബുദ്ധിമുട്ട് ആദ്യം അത് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം എക്സാമിന് നമ്മൾ ഒരാൾ ബുദ്ധിമുട്ട് കൊണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. അല്ലാതെ കുഴപ്പമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.